ആര് വെളിപ്പെടുത്തും, എങ്ങനെ വെളിപ്പെടുത്തും എന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ രക്ഷയുടെ സമയമാകുമ്പോൾ ആ രക്ഷ പ്രഘോഷിക്കപ്പെടണം. എന്തിനാണ് ഈ രക്ഷ പ്രഘോഷിക്കപ്പെടുന്നത്? യേശുക്രിസ്തു 2000 വർഷം മുമ്പ് പറഞ്ഞു, സകല ജനതകളുടെയും സാക്ഷ്യത്തിനായി രാജ്യത്തിന്റെ ഈ സുവിശേഷം ലോകമെങ്ങും പ്രസംഗിക്കപ്പെടും, അതിനുശേഷം അന്ത്യം ആഗതമാകും. അന്ത്യം ആഗതമാകുന്നതിന് മുൻപ് എല്ലാ മനുഷ്യരും ഈ രക്ഷയെക്കുറിച്ച് അറിയാനും അവർ സ്വതന്ത്ര മനസ്സോടെ അത് സ്വീകരിക്കാനോ സ്വീകരിക്കാതിരിക്കാനോ അവർക്കൊരു അവസരം കിട്ടണം. കാരണം ദൈവം നീതിമാനാണ്. മനുഷ്യരെ അറിയിക്കാതെ അവിടുന്ന് രക്ഷ നൽകില്ല. എല്ലാ മനുഷ്യനും രക്ഷ സ്വീകരിക്കാൻ ഒരു അവസരം കൊടുക്കാതെ ദൈവം ഈ രക്ഷ നൽകില്ല. അതുകൊണ്ട് ഈ രക്ഷ പ്രസംഗിക്കുന്നതിലൂടെയാണ് ഈ ലോകത്തുള്ള സകല മനുഷ്യരും അറിയും എന്താണ് ഈ രക്ഷ, ആരാണ് ഈ രക്ഷ തരുന്നത്, എപ്പോഴീ രക്ഷ കിട്ടും. ഇത് മുഴുവൻ ലോകത്തെ സകല മനുഷ്യരും അറിയണം. അത് ദൈവത്തിന്റെ നീതിയാണ്. അതുകൊണ്ട് ഇത് പ്രഘോഷിക്കപ്പെടണം. അപ്പൊ ദൈവത്തിന്റെ രക്ഷ പ്രഘോഷിക്കപ്പെട്ടേ പറ്റൂ. ഇനി നമ്മൾ ദൈവത്തിന്റെ വചനം പരിശോധിച്ചാൽ ഒരു കാര്യം തിരിച്ചറിയാം. നിങ്ങൾ ജെറമ്യാക്കാർക്ക് എഴുതിയ ജെറമ്യയുടെ പുസ്തകം 29-ാം അധ്യായം 11 മുതൽ 14 വരെ വായിച്ചാൽ ദൈവത്തിന്റെ വലിയൊരു പദ്ധതിയെക്കുറിച്ച് പറയുന്നു. അതിൽ ഒരു കാര്യം ഇതാണ്: നിങ്ങളെ ഞാൻ എല്ലായിടത്തു നിന്നും ഒരിടത്ത് ഒരുമിച്ച് കൂട്ടും. നിങ്ങളെ ഞാൻ എല്ലായിടത്തു നിന്നും ഒരിടത്ത് ഒരുമിച്ച് കൂട്ടും. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു പറഞ്ഞു, ഈ തൊഴുത്തിൽപ്പെടാത്ത ആടുകളും എനിക്കുണ്ട്, ഞാൻ അവയും കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരാട്ടിൻ പറ്റവും ഒരു ഇടയനുമാവും. ഈ പ്രവചനം പൂർത്തിയായിട്ടില്ല. കാരണം ഇത് പറഞ്ഞിട്ട് അവൻ സ്വർഗത്തിലേക്ക് പോയി. അവൻ ഭൂമിയിലുണ്ടെങ്കിലല്ലേ അവന്റെ കീഴിൽ ഒരു ആട്ടിൻ പറ്റം ആകാൻ പറ്റൂ. അവൻ ഇടയനായിട്ട് ഭൂമിയിൽ വേണ്ടേ? ഇന്ന് ധാരാളം ഇടയന്മാരുണ്ട്, പക്ഷെ അവൻ ഇടയനല്ല. യേശുക്രിസ്തു ആകുന്ന ഇടയന് കീഴിൽ അവന്റെ ആടുകൾ മുഴുവനും അവന് കീഴിൽ ഒരാട്ടിൻ പറ്റമായി ഈ ഭൂമിയിൽ ഒരുമിച്ച് കൂട്ടപ്പെടണം. എങ്ങനെ ഒരുമിച്ച് കൂട്ടുക? യേശുക്രിസ്തു പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ സ്വരം ശ്രവിക്കും. അപ്പോൾ അവന്റെ സ്വരം ശ്രവിക്കുമ്പോൾ, അവന്റെ വചനം ശ്രവിച്ചാണ് അവസാന കാലത്ത് വെളിപ്പെടുത്തുന്ന രക്ഷയുടെ, അവന്റെ 2ാം വരവിന്റെ, അവന്റെ വെളിപ്പെടലിന്റെ വചനം ശ്രവിച്ചാണ്. അതാണ് അവന്റെ സ്വരം. അത് ശ്രവിച്ചാണ് ആടുകളെല്ലാം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടപ്പെടേണ്ടത്. അപ്പോൾ ഒരുമിച്ച് കൂട്ടപ്പെടുവാൻ ഈ സുവിശേഷം പ്രസംഗിക്കപ്പെടണം. ഇനി 2000 വർഷങ്ങൾക്ക് മുമ്പ് യോഹന്നാൻ പറഞ്ഞു, മണവാട്ടിയുള്ളവനാണ് മണവാളൻ. നമുക്കറിയാം യേശുക്രിസ്തു നമ്മുടെ ആത്മാവിന്റെ മണവാളനാണ്. മണവാളനും മണവാട്ടിയും ഒരുമിച്ചായിരിക്കാനാണ് ദൈവഹിതം. അതൊന്ന് പറയുന്നുണ്ട് പലയിടത്തും, അല്ലേ? 2000 വർഷം യേശുക്രിസ്തു പറഞ്ഞു, പിതാവേ, ഞാനായിരിക്കുന്നിടത്ത് അവരും ആയിരിക്കണം, ഞാനായിരിക്കുന്നിടത്ത് എൻ്റെ മഹത്വം കാണാൻ അവരും ഉണ്ടായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു മണവാളന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അവൻ്റെ മണവാട്ടി എപ്പോഴും അവൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. സ്നേഹിച്ച് വിവാഹം കഴിച്ചവരോ അല്ലെങ്കിൽ ഇപ്പോൾ ഭാര്യയെ അഗാധമായി സ്നേഹിക്കുന്നവരോ, നിങ്ങളുടെ ആഗ്രഹം എന്താ? നിങ്ങൾക്ക് ഒരുമിച്ചായിരിക്കണം. ഇത് ദൈവികമായൊരു അഭിലാഷമാണ്. അപ്പൊ അവൻ മണവാളനായി വരുന്നത് 1-ാം വരവിലല്ല, 2-ാം വരവിലാണ്. കാരണം 1-ാം വരവിൽ അവൻ വന്നത് മരിക്കാനാണ്. നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് മരിക്കാനാണ് അവൻ വന്നത്. അപ്പോൾ അവൻ 2-ാം വരവിൽ വരുന്നതാണ് മണവാളനായി. മണവാളൻ വരുമ്പോൾ എന്ത് വേണം? മണവാട്ടി ഒരുങ്ങണ്ടേ? മണവാളൻ വരുമ്പോൾ മണവാട്ടി ഒരുങ്ങണ്ടേ? എങ്ങനെ അവൻ്റെ ഒരുക്കം? അവരെല്ലാവിധ പാപങ്ങളിൽ നിന്നും അശുദ്ധികളിൽ നിന്നും മാറി അവനെ സ്നേഹത്തോടെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മണവാട്ടികൾ ഒരുക്കപ്പെടണ്ടേ? ഈ ഒരുക്കുവാൻ ദൈവം ഒരുക്കിയ സംവിധാനമാണ് ഈ രക്ഷയുടെ പ്രഘോഷണം. ഈ രക്ഷ പ്രഘോഷിക്കപ്പെടുന്നത് കേട്ടാണ് അവന്റെ മണവാട്ടികൾ ഒരുമിച്ച് കൂടി അവർ ഒരുങ്ങേണ്ടത്. ഇനി നാം എഫേസ്യോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 8-ാം ദൈവവചനത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്: വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അത് പ്രവൃത്തിയുടെ ഫലമല്ല. അതിനാൽ നാം ആരും അതിൽ അഹങ്കരിക്കേണ്ടതില്ല. 2000 വർഷങ്ങൾക്ക് മുൻപ് നമുക്ക് ലഭിച്ച രക്ഷ നാം പ്രവർത്തിച്ചതുകൊണ്ട് കിട്ടിയതല്ല, നാം നല്ല പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് കിട്ടിയതല്ല. ഇന്നും പല ആളുകൾ കരുതാറുണ്ട്, നന്നായി ജീവിച്ചാൽ രക്ഷ പ്രാപിക്കും. ഇല്ല, അതുകൊണ്ട് നന്നായി ജീവിക്കരുതെന്നല്ല,
നന്നായി ജീവിച്ചാൽ ആരും രക്ഷപ്പെടില്ല. എഴുതിയിരിക്കുന്നു, നമുക്ക് ലഭിക്കാനിരിക്കുന്ന രക്ഷ വിശ്വാസം വഴി കൃപയാലാണ് ലഭിക്കുക. അത് പ്രവൃത്തിയുടെ ഫലമല്ല. എന്ത് പ്രവൃത്തിയാണല്ലോ? പക്ഷെ വിശ്വാസം ഉള്ളവനിൽ നിന്നും വിശ്വാസത്തിന്റെ പ്രവൃത്തി വരും, സത്പ്രവൃത്തികൾ വരും. പക്ഷെ അവൻ പ്രവർത്തിച്ചത് കൊണ്ടല്ല അവന് രക്ഷ കിട്ടുന്നത്, അവൻ വിശ്വസിച്ചത് കൊണ്ട് അവന് ലഭിച്ച കൃപയിലൂടെയാണ്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. ഇപ്പൊ നമ്മൾ കണ്ടു, യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിൽ നമുക്കൊരു രക്ഷ കിട്ടാനുണ്ട്. ഈ രക്ഷ കിട്ടുന്നതും വിശ്വാസത്തിലൂടെയാണ്. പക്ഷെ എങ്ങനെ വിശ്വാസം ഉണ്ടാവും? കേൾവിയിലൂടെ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 14 മുതൽ 17 വചനങ്ങൾ നാം പരിശോധിച്ചാൽ നാം ഇത് തിരിച്ചറിയും. അയക്കപ്പെടുന്നില്ലെങ്കിൽ ആര് പ്രസംഗിക്കും? പ്രസംഗിക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ കേൾക്കും? കാരണം വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. അപ്പൊ രണ്ടാം വരവിൽ യേശു ക്രിസ്തു തരുന്ന രക്ഷ നമുക്ക് ലഭിക്കണമെങ്കിൽ അവന്റെ വീണ്ടും വരവിനെ കുറിച്ചും അവന്റെ വെളിപ്പെടലിനെ കുറിച്ചും അവൻ തരുന്ന രക്ഷയെക്കുറിച്ചും ഒരു സുവിശേഷം, ഇതുവരെ പ്രസംഗിക്കപ്പെട്ടിട്ടില്ലാത്ത സുവിശേഷം നാം കേൾക്കണം. കേൾവിയിൽ നിന്ന് വിശ്വാസം ഉണ്ടാവും. ആ വിശ്വാസത്തിലൂടെ നമുക്കൊരു കൃപ ലഭിക്കും. ആ കൃപയിലൂടെ വിശ്വാസം വഴി കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. പ്രഘോഷിക്കപ്പെടണം. ഈ രക്ഷ പ്രസംഗിക്കപ്പെടണം. അത് പ്രസംഗിക്കപ്പെടാതെ ആർക്കും ഈ രക്ഷ ലഭിക്കില്ല. ഇനി രക്ഷ നമുക്ക് മാത്രം മതിയോ? ആദം മുതൽ നമ്മുടെ പൂർവികർക്കെല്ലാം ഈ രക്ഷ കിട്ടാനുണ്ട്. അത് എഴുതിയിട്ടുണ്ട് പുസ്തകത്തിൽ. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 39-40 വചനങ്ങൾ ഇപ്രോ എഴുതിയിരിക്കുന്നു. അവരെല്ലാവരും വിശ്വാസം മൂലം, ആരാണ് ഈ പൂർവികരൊക്കെ? ആദം, അബ്രഹാം, നോഹ, ഹേനോക്ക്, ഇസ്ഹാക്ക്, യാക്കോബ്, ഏത് പൂർവികരെ വെള്ളം എടുത്തു, ഏത് പ്രവാചകരെ എടുത്തു, അവരെല്ലാം വിശ്വാസം മൂലം അംഗീകാരം പ്രാപിച്ചെങ്കിലും വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല. വാഗ്ദാനം നിത്യജീവനാണ്. ശരീരം അമർത്യവും അനശ്വരവുമാകുന്ന രക്ഷയാണ്. അത് കിട്ടിയിട്ടില്ല. ഈ രക്ഷ അവർക്ക് എങ്ങനെ കിട്ടും? അവരും വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പൂർവികർ കേട്ട് വിശ്വസിക്കണം. അപ്പൊ ഈ രക്ഷ പ്രഘോഷിക്കപ്പെടുന്നത് ജീവിച്ചിരിക്കുന്ന മനുഷ്യരോട് മാത്രമല്ല, ആദം വരെയുള്ള ദൈവത്തിന്റെ സകല മനുഷ്യരും, സകല പൂർവികരും, സകല മരിച്ചുപോയവരും, സകല നീതിമാന്മാരും, പ്രവാചകരും ഈ രക്ഷയുടെ സുവിശേഷം കേൾക്കണം. കേൾക്കണേ, പ്രസംഗിക്കപ്പെടണം. ഇത് അവസാന കാലത്ത് മാത്രമേ പ്രസംഗിക്കപ്പെടുകയുള്ളൂ. അപ്പൊ ആര് പ്രസംഗിക്കും? ഇത് സുവിശേഷ പ്രസംഗം യേശുക്രിസ്തുവിന്റെ പണിയാണ്. അവനാണ് പ്രസംഗിക്കേണ്ടത്. ഇനി അവസാന കാലത്ത് യേശുക്രിസ്തു ഒന്ന് പ്രസംഗിക്കുമോ? എബ്രായർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1-2 വചനങ്ങൾ. എബ്രായർ 1:1-2 ദൈവവചനം ഒന്ന് കുറിച്ചു വെക്കാൻ സാധിക്കുന്നവർ കുറിച്ചു വെക്കുക, ഇല്ലാത്തവർ ഹൃദയത്തിൽ സംഗ്രഹിക്കുക. ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ പോയി വായിച്ചാൽ നന്നായിരുന്നു. എബ്രായർ 1:1-2 പൂർവകാലങ്ങളിൽ പ്രവാചകന്മാർ വഴി വിവിധ ഘട്ടങ്ങളിലും വിവിധ രീതിയിലും ദൈവം നമ്മുടെ പിതാക്കന്മാരോട് സംസാരിച്ചിട്ടുണ്ട്. എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടുന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു. പൂർവകാലങ്ങളിൽ നിരവധി പ്രവാചകന്മാർ വഴിയും നീതിമാന്മാർ വഴിയും ദൈവം നമ്മോട് സംസാരിച്ചിട്ടുണ്ട്. അത് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എന്നാൽ വീണ്ടും എഴുതിയിരിക്കുന്നു, എന്നാൽ ഈ അവസാന നാളുകളിൽ അവിടുന്ന് തൻ്റെ പുത്രൻ വഴി നമ്മോട് സംസാരിച്ചിരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് അവസാന നാളായോ? ഇല്ല. അത് കഴിഞ്ഞ് 2000 വർഷം മുന്നോട്ട് പോയി. അപ്പോൾ അവസാന കാലത്ത് ദൈവം തൻ്റെ പുത്രൻ വഴി നമ്മോട് സംസാരിച്ചേ പറ്റൂ. കാരണം അത് എഴുതപ്പെട്ട വചനമാണ്. എഴുതപ്പെട്ട വചനം മുഴുവൻ പൂർത്തിയാവും. ഇനി തമാശയായിട്ട് ചിലപ്പോൾ പറയാറുണ്ട്, ഈ സിനിമാക്കാർ പലപ്പോഴും ദൈവത്തിൻ്റെ ഒത്തിരി കാര്യങ്ങൾ കടമെടുക്കും. ഏതോ ഒരു സിനിമ, എനിക്ക് ഓർമ്മയില്ല, സിനിമ ഇപ്പോൾ കാണാറില്ല, പണ്ട് ചെറുപ്പത്തിൽ കണ്ടാണ്. ഏതോ ഒരു സിനിമയിൽ ഒരു സൂപ്പർ സ്റ്റാർ പറയുന്നുണ്ട്, വേറെ ഏതോ ഭാഷയിലാണ്, ഞാനത് മലയാളത്തിൽ പറയാം, ഞാൻ പറയുന്നതേ ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ. പുള്ളി ഹീറോയാണ്, അതുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷെ ഇത് ആർക്ക് മാത്രം പറയാൻ അധികാരമുള്ള വാക്കായത്? ദൈവത്തിന് മാത്രം. അതേ എഴുതിയേക്കുന്നത്, ഞാൻ പറയുന്നത് മാത്രമേ ചെയ്യൂ, ചെയ്യുന്നത് മാത്രമേ പറയൂ. ഞാൻ പറഞ്ഞാൽ സംഭവിക്കും, ഞാൻ പറഞ്ഞാൽ അത് നടക്കും, കാരണം ഞാൻ സർവശക്തനാണ്. അപ്പൊ ദൈവത്തിന്റെ ഓരോ വാക്കും പൂർത്തിയായേ പറ്റൂ. അപ്പോൾ യേശുക്രിസ്തു വീണ്ടും സംസാരിക്കണം നമ്മളോട്.
അപ്പോൾ രണ്ടാം വരവിൽ യേശു ക്രിസ്തു വന്ന് പ്രസംഗിക്കുമോ? ഒത്തിരി പേര് കരുതുന്നുണ്ടൊക്കെ യേശു ക്രിസ്തു വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അവൻ ഭൂമിയിൽ വരും, അവൻ പ്രസംഗിക്കും, അവൻ പ്രസംഗിക്കുന്നത് കേട്ട് ഞാൻ വിശ്വസിക്കാം എന്ന് കരുതുന്ന അനേകരുണ്ട്. യേശു ക്രിസ്തു അവൻ്റെ രണ്ടാം വരവിൽ തെരുവീഥികളിലും വഴിയോരങ്ങളിലും ഭവനങ്ങളിലും പ്രസംഗിക്കുമോ? ഇല്ല എന്ന് ദൈവത്തിനെ സാക്ഷ്യപ്പെടുത്തുന്നു. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ നാം വായിച്ചാൽ 2-3 വചനങ്ങൾ ഞാൻ വായിക്കാം. അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല, തെരുവീതിയിൽ ആ സ്വരം കേൾക്കുകയില്ല, ചതഞ്ഞ ഞാങ്ങണ അവൻ ഒടിക്കുകയില്ല, മങ്ങിയ തിരി കെടുത്തുകയുമില്ല, അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും. പ്രിയ സഹോദരങ്ങളെ, എനിക്കൊരു അപേക്ഷ നിങ്ങളോടുണ്ട്. നാം ഇനി മുതൽ ദൈവവചനം വായിക്കുമ്പോൾ വള്ളി പുള്ളി വിടാതെ ശ്രദ്ധയോടെ വായിക്കണം. കാരണം ഓരോ വാക്കിലും ദൈവം അനേക ദൈവിക രഹസ്യങ്ങൾ മറച്ചു വെച്ചിട്ടുണ്ട്. ഇവിടെ ദൈവവചനം പറയുക, അവൻ വിലപിക്കുകയോ തെരുവീതിയിൽ അവൻ്റെ സ്വരം കേൾക്കുകയോ ഇല്ല. നിങ്ങൾ 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ ചെയ്ത എന്താണെന്ന് വായിച്ചു നോക്കിയേ. അവൻ തെരുവീതി പ്രസംഗിച്ചില്ലേ? അവൻ കടൽ തീരത്ത് പ്രസംഗിച്ചു, അവൻ മലമുകളിൽ പ്രസംഗിച്ചു, അവൻ വീടുകളിൽ ഭവനങ്ങളിൽ പ്രസംഗിച്ചു, അവൻ മരുഭൂമിയിൽ പ്രസംഗിച്ചു, അവൻ ദൈവാലയത്തിൽ പ്രസംഗിച്ചു, അവൻ സ്വരമുയർത്തി പ്രസംഗിച്ചു, അവൻ വിലപിച്ചു. ഇവിടെ എഴുതിയിരിക്കുന്നതിന് നേരെ വിപരീതമാണ് 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു ചെയ്തത്. അപ്പൊ ഇത് എപ്പോഴത്തെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്? ഇത് എഴുതിയിരിക്കുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്, പക്ഷേ ഇതിന്റെ വിപരീതമാണ് അവൻ ഒന്നാം വരവിൽ ചെയ്തത്. എങ്കിൽ എന്താണ് സാധ്യത? ഇത് രണ്ടാം വരവിൽ പൂർത്തിയാകേണ്ട ദൈവവചനമാണ്. സഹോദരൻ, നമ്മൾ ഒരു കാര്യം തിരിച്ചറിയണം. യേശു ക്രിസ്തു എന്ന രക്ഷകനെ കുറിച്ച്, ദൈവപുത്രനെ കുറിച്ച് നിരവധി പ്രവാചകന്മാർ, മോശ മുതലുള്ള പ്രവാചകന്മാർ അനേക പ്രവചനങ്ങൾ നടത്തി. അത് ഈ പുസ്തകത്തിൽ എഴുതി വെച്ചു. പക്ഷേ ഈ പ്രവചനങ്ങളിൽ 15% മാത്രമാണ് അവൻ്റെ ഒന്നാം വരവിൽ പൂർത്തിയായുള്ളൂ. ബാക്കി മുഴുവൻ അവൻ്റെ രണ്ടാം വരവിൽ പൂർത്തിയാകേണ്ടവയാണ്. 85% പ്രവചനങ്ങളും അവൻ്റെ രണ്ടാം വരവിൽ പൂർത്തിയാകേണ്ടതാണ്. അപ്പോൾ ഈ പ്രവചനമൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാ? ഇതൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് ഭൂതകാല പ്രയോഗത്തില്, പാസ്റ്റ് ടെൻസിലാണ്. നമ്മളൊരു ദൈവവചനം വായിക്കുമ്പോൾ ഇതൊക്കെ സംഭവിച്ചു 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 എന്ന് എഴുതി വെച്ചാൽ നാം എന്തർത്ഥമാക്കും? ഇതൊക്കെ കടന്നുപോയി, ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കും. അപ്പോൾ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന കുറെ പ്രവചനങ്ങൾ യഥാർത്ഥത്തിൽ സംഭവിച്ചതല്ല. ഞാനൊരു തെളിവ് തരാം. യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ വന്നു. അവൻ നമ്മുടെ പാടുവീഴൽ ഏറ്റെടുത്ത് അവൻ്റെ ശരീരം മുഴുവൻ പിച്ചി ചീന്തപ്പെട്ടു, അവൻ ക്രൂരമായി പ്രഹരിക്കപ്പെട്ടു, അവൻ്റെ ഓരോ തുള്ളി രക്തവും അവൻ ചിന്തി, അവന് കുരിശിൽ മരിച്ചു. ഇത് സംഭവിച്ചത് 2000 വർഷങ്ങൾക്ക് മുമ്പാണ് ഏകദേശം. എന്നാൽ ഇത് സംഭവിക്കും എന്ന് 2000 വർഷങ്ങൾക്ക് മുമ്പ്, ഇത് സംഭവിക്കുന്നതിന് മുൻപ് 750 വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനായ യേശയ്യ പ്രവചിച്ചു. അത് യേശയ്യ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്. പക്ഷെ എങ്ങനെ എഴുതിയേക്കുന്നത്? സംഭവിക്കുന്നതിന് 750 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ എഴുതി വെച്ചത് ഇങ്ങനെയാ: അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യമാക്കപ്പെട്ടു, അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. എഴുതിയത് പാസ്റ്റ് ടെൻസിലാണ്, എഴുതിയത് ഭൂതകാല പ്രയോഗത്തിലാണ്. പക്ഷെ ഇത് എഴുതിയതിനു ശേഷം 750 വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അപ്പോൾ ഭൂതകാല പ്രയോഗത്തിലൊരു വചനം എഴുതി വെച്ചാലും അത് പൂർത്തിയായതായിരിക്കണമെന്നില്ല എന്നതിന് തെളിവായില്ലേ? ഇങ്ങനെ അനേക പ്രവചനങ്ങളുണ്ട്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള 85% പ്രവചനങ്ങളും അവന്റെ രണ്ടാം വരവിൽ പൂർത്തിയാകാനുള്ളതാണ്. അതുകൊണ്ട് അവൻ രണ്ടാം വരവിൽ പ്രസംഗിക്കില്ല. എന്നാൽ ദൈവം പറയുന്നു അവൻ പ്രസംഗിക്കും, അവൻ പറയും. ദൈവം പറയുന്നു അവസാന കാലത്ത് ഒരു രക്ഷ പ്രസംഗിക്കാനുണ്ട്. ദൈവം എഴുതി വെച്ചിരിക്കുന്നു ഒരു വലിയ രക്ഷയുടെ സുവിശേഷം അന്ത്യകാലത്ത് പ്രസംഗിക്കപ്പെടണം. വലിയ പ്രതിസന്ധിയാ. അവൻ പറയില്ല, അവൻ പറയും എന്നുണ്ട്. ഇതൊരു പരിഹാരമുണ്ട്. അവൻ പറയേണ്ട കാര്യങ്ങൾ അവൻ്റെ ആത്മാവിന് പറയാം. അവൻ നേരിട്ട് സംസാരിക്കണമെന്നില്ല. അങ്ങനെ സംസാരിക്കില്ലേ? യേശുക്രിസ്തു പറഞ്ഞില്ലേ, അവർ നിങ്ങളെ പിടിച്ചുകൊണ്ട് പോയി അധികാരികളുടെ മുമ്പിലും ന്യായാധിപന്മാരുടെ മുമ്പിൽ നിർത്തുമ്പോൾ പേടിക്കേണ്ട, എന്ത് പറയണമെന്നോർത്ത് വിഷമിക്കേണ്ട. കാരണം
നിങ്ങൾക്ക് പറയാനുള്ളത് ആ നിമിഷം നിങ്ങൾക്ക് ലഭിക്കും. കാരണം നിങ്ങളല്ല, നിങ്ങളിലൂടെ നിങ്ങളുടെ പിതാവിൻ്റെ ആത്മാവാണ് സംസാരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവിന് നമ്മിലൂടെ സംസാരിക്കാം. ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ആത്മാവിന് ഒരു മനുഷ്യ വ്യക്തിയിലൂടെ ആ ആത്മാവിന് പറയേണ്ടത് മുഴുവൻ പറയാം. യേശു ക്രിസ്തുവിന്റെ ആത്മാവിനും അവന് പറയേണ്ട കാര്യങ്ങൾ മുഴുവൻ ആരിലൂടെയെങ്കിലും പറയാം. ആരിലൂടെ പറയും? ആര് പ്രസംഗിക്കും? ഐക്യപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും? അതുകൊണ്ട് രണ്ടാം വരവിൽ യേശു ക്രിസ്തു അവന് പഠിപ്പിക്കേണ്ട കുറെ കാര്യങ്ങൾ അവന് വേണ്ടി പഠിപ്പിക്കാൻ ഒരു ദൂതനെ അയക്കും. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷം വായിച്ചാൽ 16-ാം അധ്യായം 25-ാം വചനം വായിച്ചാൽ ഇങ്ങനെ കാണാം, ഞാൻ ഇതുവരെ ഉപമകൾ വഴിയാണ് നിങ്ങളോട് സംസാരിച്ചത്, എന്നാൽ ഉപമകളിലൂടെ അല്ലാതെ പിതാവിനെ പറ്റി സ്പഷ്ടമായി സംസാരിക്കുന്ന സമയം വരുന്നു. അപ്പം ഞാൻ നിങ്ങളോട് പിതാവിനെ കുറിച്ച് സ്പഷ്ടമായി സംസാരിക്കും. ഈ വാഗ്ദാനം കൊടുത്തിട്ട് നിങ്ങൾ പുസ്തകം വായിച്ചു നോക്കിയാൽ യോഹന്നാൻ 16:25 എഴുതിയിരിക്കുന്നത്. ഇത് പറഞ്ഞതിന് ശേഷം യേശു ക്രിസ്തു എപ്പോഴെങ്കിലും പിതാവിനെ കുറിച്ച് സ്പഷ്ടമായി പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. പിന്നെ പഠിപ്പിച്ചിട്ടേ ഇല്ല. അവൻ നേരെ കാൽവരിയിൽ പോയി, ഗെത്സമനിൽ പോയി, കാൽവരിയിൽ പോയി മരിച്ചു, സ്വർഗ്ഗാരോഹണം ചെയ്തു. അവൻ പിതാവിനെ കുറിച്ച് വ്യക്തമായി പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പഠിപ്പിക്കും എന്ന് പറഞ്ഞു, പക്ഷെ ഒന്നാം വരവിൽ പഠിപ്പിച്ചില്ല. വീണ്ടും യേശു ക്രിസ്തു പറഞ്ഞു, പിതാവേ, ഞാൻ അങ്ങയുടെ നാമം എൻ്റെ സഹോദരരെ അറിയിക്കും. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ ഒന്നാം വരവിൽ ഈ നാമം യേശു ക്രിസ്തു ആരെങ്കിലും പഠിപ്പിച്ചതായി നമ്മൾ കേട്ടിട്ടുണ്ടോ? നമ്മളെ ഏതെങ്കിലും അപ്പസ്തോലന്മാർ ഈ നാമം പഠിപ്പിച്ചിട്ടുണ്ടോ? നമ്മളെ ഏതെങ്കിലും നമ്മുടെ പൂർവികർ ദൈവത്തിൻ്റെ നാമം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാൽ അവൻ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. ദൈവത്തിനൊരു നാമമുണ്ട്. സക്കറിയ 14:6 എഴുതിയിട്ടുണ്ട്, അവിടത്തേക്ക് ഒരു നാമം മാത്രമേ ഉള്ളൂ, പല നാമങ്ങളില്ല. ദൈവത്തിനൊരു നാമമുണ്ട്. യേശുക്രിസ്തു പറഞ്ഞു, അത് ഞാൻ എൻ്റെ സഹോദരരെ അറിയിക്കും. പക്ഷെ അവൻ അറിയിച്ചില്ല. ഒന്നാം വരവിൽ അവൻ ഈ നാമം ആരെയും പഠിപ്പിച്ചതായി നാം ഇതുവരെ കേട്ടിട്ടില്ല. ഉണ്ടോ? നമ്മൾ ഏതെങ്കിലും അപ്പസ്തോലന്മാരെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഒന്നാം വരവിൽ അവൻ ചെയ്യും, പഠിപ്പിക്കും എന്ന് പറഞ്ഞ അനേക കാര്യങ്ങൾ അവൻ ഒന്നാം വരവിൽ ചെയ്തിട്ടില്ല. അപ്പോൾ അത് രണ്ടാം വരവിൽ ചെയ്യണം. കാരണം അവൻ ഒരിക്കലും നുണ പറയില്ല. ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും. അപ്പോൾ അങ്ങനെ അവൻ്റെ രണ്ടാം വരവിൽ ചെയ്യേണ്ട അനേക കാര്യങ്ങൾ അവൻ നേരിട്ട് പഠിപ്പിക്കില്ലാത്തതിനാൽ അവൻ്റെ ആത്മാവിലൂടെ ഒരു ദൂതനിലൂടെ പഠിപ്പിക്കും എന്ന് ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഈ സമസ്യയ്ക്ക് പരിഹാരമായി മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായം 1-2 വചനങ്ങൾ. മലാക്കി അവസാനത്തെ പ്രവാചകൻ, 3-ാം അധ്യായം 1-2 വചനങ്ങൾ. അവസാന പ്രവാചകൻ യോഹന്നാനാണ്. അവസാനത്തെ പഴയ നിയമ പുസ്തകം. ഇതാ, എനിക്ക് മുമ്പേ വഴിയൊരുക്കാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ തൻ്റെ ആലയത്തിലേക്ക് വരും. നിനക്ക് പ്രിയങ്കരനായ ഉടമ്പടിയുടെ ദൂതൻ ഇതാ വരുന്നു. എന്നാൽ അവിടുത്തെ വരവിൻ്റെ ദിനത്തെ അതിജീവിക്കാൻ ആർക്കു കഴിയും? അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ അവിടുത്തെ മുൻപിൽ നിൽക്കാൻ ആർക്കു കഴിയും? ഇതാ, എനിക്ക് മുമ്പേ വഴിയൊരുക്കാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നമ്മൾ ദൈവദൂതനെ കേട്ടാവണം നമ്മുടെ ചിന്ത പോകുന്നത് സ്നാപക യോഹന്നാനെ കുറിച്ചാണ്. അവൻ 2000 വർഷങ്ങൾക്ക് മുൻപ് വന്ന് യേശു ക്രിസ്തുവിന് വഴിയൊരുക്കി. പക്ഷെ എന്താ ഇവിടെ എഴുതി വെച്ചേക്കുന്നത്? അത് ഞാൻ പറഞ്ഞു, നമ്മൾ ഓരോ വചനവും ശ്രദ്ധയോടെ വായിക്കണം. നാം അങ്ങനെ ഒരു ശീലമില്ലെങ്കിൽ ഇനി തുടങ്ങണം. ഓരോ വാക്കും ശ്രദ്ധയോടെ വായിക്കണം. ഇതാ, എനിക്ക് മുമ്പ് വഴിയൊരുക്കാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 6-ാം ദൈവവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു, ദൈവം അയച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവൻ്റെ പേര് യോഹന്നാൻ. അപ്പൊ 2000 വർഷങ്ങൾക്ക് മുൻപ് സ്നാപക യോഹന്നാനെ അയച്ചത് ദൈവപിതാവാണ്. യോഹന്നാനെ അയച്ചിട്ട് ദൈവം എൻ്റെ പുറകെ വന്നോ? ദൈവം ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടുവോ? അല്ല, അങ്ങനെ ഒന്ന് കേട്ടിട്ടുണ്ടോ? നമ്മളെല്ലാവരും വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ കേട്ടിട്ടുണ്ട്, യേശു ക്രിസ്തു വീണ്ടും ഭൂമിയിൽ വരും, യേശു ക്രിസ്തു വെളിപ്പെടും. പക്ഷെ ദൈവം വരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടോ? സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവം, യേശു ക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം, എൻ്റെയും നിങ്ങളുടെയും പിതാവായ ദൈവം, സകലത്തിൻ്റെയും ഉടയവനായ ദൈവം പ്രത്യക്ഷനാകാൻ പോകുന്നു എന്ന് കേട്ടിട്ടുണ്ടോ? ആമോസിന്റെ പുസ്തകത്തിൽ
4-ാം അധ്യായം 12-ാം വചനത്തിൽ ആമോസ് ഇപ്രകാരം പറയുന്നു, മുന്നറിയിപ്പ് തരുന്നു. ആകയാൽ ഇസ്രായേൽ ജനമേ, ദൈവത്തിന്റെ സന്ദർശന ദിനത്തിന് ഒരുങ്ങിക്കൊള്ളുവിൻ. ഇന്ന് നിങ്ങളോട് എംപറർ ഇമ്മാനുവേൽ ശുശ്രൂഷ ടീമിന് അറിയിക്കാനുള്ള ഒരു വലിയ കാര്യം ഇതാണ്. നിങ്ങളുടെ സൃഷ്ടാവായ ദൈവം, ഈ പ്രപഞ്ചത്തിന് മുഴുവൻ സൃഷ്ടാവായ ജീവിക്കുന്ന ഏക സത്യ ദൈവം ഇതാ മക്കളെ സന്ദർശിക്കാൻ ഈ ഭൂമിയിലേക്ക് വരുന്നു. ഒരുങ്ങിക്കൊള്ളുവിൻ. അവിടുത്തെ സന്ദർശന ദിനത്തെ അതിജീവിക്കാൻ ആർക്ക് കഴിയും? നമ്മൾ ഈ ശുശ്രൂഷയുടെ തുടക്കത്തിൽ കണ്ടു, കർത്താവിൻ്റെ ദിനം ഭയാനകമാണ്. അത് അവിടുത്തെ ആഗമന ദിനമാണ്. പത്രോസ് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആകാശം തീയിൽ വെന്തുരുകയും മൂലപദാർത്ഥങ്ങൾ പോലും വെന്തുരുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യും. ഇപ്പൊ ദൈവം ആഗമന ചെയ്യുന്ന ദിവസം, ദൈവം സർവശക്തനായ പിതാവ് വെളിപ്പെടുന്ന ദിവസം, സകലതും കത്തിച്ചാമ്പലാകുന്ന ദിവസമാണ്. ആകാശം വെന്തുരുകുന്ന ദിവസമാണ്. ഈ ഭൂമിയിലെ മൂലപദാർത്ഥങ്ങൾ പോലും, കല്ലുപോലും ഉരുകുന്ന ദിവസമാണ്. അതത്ര ഭയാനകമാണ്. ഇതാണ് ദൈവം പ്രഖ്യാപിച്ചത്, ദൈവത്തിന്റെ ആഗമന ദിനം. അപ്പൊ ദൈവത്തിന്റെ ആഗമനത്തെ കുറിച്ച് ഇതുവരെ ആരെങ്കിലും പ്രസംഗിച്ചിട്ടുണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ദൈവം വരുന്നതിനെ കുറിച്ച്? ഇല്ല. കാരണം അത് യേശുക്രിസ്തു അയക്കുന്ന ദൂതൻ മാത്രമാണ് അത് പ്രസംഗിക്കുക. അത് അവസാന കാലത്തെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് പ്രസംഗിക്കപ്പെടുക. കാരണം എന്തിനാ പിതാവ് വരുന്നത്? ആരെ കാണാനാ പിതാവ് വരുന്നത്? പിതാവ് വരുമ്പോൾ മക്കൾ എങ്ങനെയായിരിക്കണം? ഇത് മുഴുവൻ അറിഞ്ഞാൽ മാത്രമാണ് ഈ രഹസ്യം അറിയുന്നത് നമുക്ക് പ്രയോജനമുള്ളൂ. ദൈവത്തിന്റെ മുന്നിൽ എങ്ങനെ നിൽക്കും? ആര് നിൽക്കും ദൈവത്തിന്റെ മുൻപിൽ? അപ്പോൾ ദൈവത്തിന്റെ വരവിനെ കുറിച്ചുള്ള പ്രഘോഷണം നടക്കുന്നത് ഈ അവസാന കാലത്ത് ദൈവപുത്രൻ അയക്കുന്ന ദൂതനിലൂടെയാണ്. ഈ ദൂതനെ കുറിച്ച് അനേക സാക്ഷ്യങ്ങൾ ബൈബിളിലുണ്ട്, അനേകം സാക്ഷ്യങ്ങളുണ്ട്. അവസാന കാലത്ത് വെളിപ്പെടുത്തുന്ന ഒരു വലിയ സദ്വാർത്ത പ്രസംഗിക്കുന്ന ദൂതനെ കുറിച്ച് അനേകം സാക്ഷ്യങ്ങളുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വചനങ്ങളിൽ ഈ പ്രവാചകനെ കുറിച്ച് എഴുതപ്പെട്ടിരിക്കുന്നു. സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നവന്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ്. ശ്രദ്ധിക്കുക, നിന്റെ കാവൽക്കാർ സ്വരമുയർത്തുന്നു, അവർ സന്തോഷത്തോടെ ഒരുമിച്ച് പാടുന്നു. കർത്താവ് സിയോനിലേക്ക് തിരികെ വരുന്നത് അവർ നേരിട്ട് കാണുന്നു. 2000 വർഷമായി നാം കേട്ടത് ഒരു സുവിശേഷമാണ്. എന്നാൽ അന്ത്യകാലത്ത് യേശുക്രിസ്തു അയക്കുന്ന ദൂതനിലൂടെ നാം കേൾക്കാനിരിക്കുന്ന സുവിശേഷത്തെ ദൈവം വിളിക്കുന്ന പേരാണ് സദ് വാർത്ത, ദ ഗുഡ് ന്യൂസ്. നാം ഇത്ര നാളും കേട്ടത് ഗോസ്പൽ ആണ്. എന്നാൽ ഗുഡ് ന്യൂസ്, സദ് വാർത്ത, അന്ത്യകാലത്ത് മാത്രം പ്രസംഗിക്കപ്പെടുന്ന സുവിശേഷമാണ്. ഈ സുവിശേഷത്തിലൂടെയാണ് അവസാന കാലത്ത് വെളിപ്പെടുത്താനായി ദൈവം തയ്യാറാക്കിയ രക്ഷയെക്കുറിച്ച് വെളിപ്പെടുത്തുന്നത്. ഈ സുവിശേഷത്തിലൂടെയാണ് ദൈവത്തെക്കുറിച്ച്, പിതാവിനെക്കുറിച്ച് സ്പഷ്ടമായി ദൈവം നമ്മെ പഠിപ്പിക്കുന്നത്. ഈ സദ്വാർത്തയിലൂടെയാണ് ദൈവത്തിൻ്റെ ഏക പരിശുദ്ധ നാമം വെളിപ്പെടുത്തപ്പെടുന്നത്. ഈ സദ്വാർത്തയിലൂടെയാണ് ഈ രക്ഷ എന്തെന്നും ഈ രക്ഷയ്ക്ക് എങ്ങനെ ഒരുങ്ങണമെന്നും ഇത് നമുക്ക് എവിടെ ലഭിക്കുമെന്നും എങ്ങനെ ലഭിക്കുമെന്നും നാം അറിയുന്നു. ഇതറിയാതെ നമുക്കൊരിക്കലും ഈ രക്ഷ ഇനി ലഭിക്കുകയില്ല. നമ്മൾ ദൈവത്തിലുള്ള കണ്ടു, നമുക്കൊരു രക്ഷ ലഭിക്കാനുണ്ട്. അത് നിത്യമായ രക്ഷയാണ്. ഈ രക്ഷ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും രക്ഷയാണ്. ഈ രക്ഷ പുനരുത്ഥാനത്തിൻ്റെയും രൂപാന്തരീകരണത്തിൻ്റെയും രക്ഷയാണ്. എന്താ പുനരുത്ഥാനം? പാപം ചെയ്ത് മരണത്തിന് അധീനമായ ശരീരത്തെ മരണത്തിലൂടെ ദൈവം വീണ്ടും മണ്ണിലേക്ക് വിടുന്നു. എന്നിട്ട് അസ്ഥികളിൽ അടക്കം ചെയ്തിരിക്കുന്ന ജീവനിലൂടെ ഒരു പുതിയ ശരീരം കൊടുത്ത്, സ്വർഗീയ ശരീരം കൊടുത്ത്, ചർമ്മങ്ങളും ഞരമ്പുകളും വെച്ച് പിടിപ്പിച്ച് ജീവിക്കുന്ന വ്യക്തികളായി സ്വർഗീയ ശരീരത്തോടെ വീണ്ടും ദൈവം ഈ ഭൂമിയിൽ കൊണ്ടുവരുന്നതിനെയാണ് പുനരുത്ഥാനം എന്ന് പറയാം. ഇത് പുനരുത്ഥാനത്തിന്റെ രക്ഷയാണ് നമുക്കിനി ലഭിക്കാനിരിക്കുന്നത്. ഇതുവരെ ആർക്കും പുനരുത്ഥാനം ലഭിച്ചിട്ടില്ല. എന്താ തെളിവ്? നാം ഇതുവരെ ആരെയും കണ്ടിട്ടില്ല. പുനരുത്ഥാനം ചെയ്ത ആരെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? അവരുടെ ശരീരം അമർത്യമായിരിക്കണം, അനശ്വരമായിരിക്കണം, യേശുക്രിസ്തുവിന്റെ ശരീരം പോലെ ആയിരിക്കണം.
ഇത് നടന്നിട്ടില്ല. ഇനി രൂപാന്തരപ്പെടണം ജീവിച്ചിരിക്കുന്നവർ. നമ്മൾ കണ്ടു ഫിലിപ്പി 3:21 അവൻ വീണ്ടും വരുമ്പോൾ സകലത്തെയും തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ശക്തി വഴി അവൻ നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും. സംഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ പുനരുത്ഥാനത്തിൻ്റെയും രൂപാന്തരീകരണത്തിൻ്റെയും ഒരു നിത്യരക്ഷ നമുക്ക് ലഭിക്കാനിരിക്കുന്നു. ഈ രക്ഷ വെളിപ്പെടുത്തപ്പെടുന്നത് അന്ത്യകാലത്ത് പ്രസംഗിക്കപ്പെടുന്ന ഈ സുവിശേഷത്തിലൂടെയാണ്. ഇതെവിടെ പ്രസംഗിക്കപ്പെടും എന്ന് ഈ പുസ്തകത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ആർക്കാണ് ഈ സുവിശേഷം സദ്വാർത്ത നൽകുന്നത് എന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. ഈ സദ്വാർത്ത നൽകുന്ന വ്യക്തിയെ, ഇത് പ്രസംഗിക്കപ്പെടുന്ന ദൂതനെ ദൈവം വിളിക്കുന്ന പേരാണ് സിയോൻ. ഇത് പ്രസംഗിക്കുന്ന സ്ഥലത്തിന് ദൈവം വിളിക്കുന്ന പേരാണ് സിയോൻ. ഈ പ്രസംഗം കേട്ട് യേശു ക്രിസ്തുവിന് കീഴിൽ ഒരുമിച്ച് കൂടുന്ന ദൈവമക്കളെ വിളിക്കുന്ന പേരാണ് സിയോൻ. ദൈവമക്കൾക്കായി ദൈവം ഒരുക്കിയിരിക്കുന്ന അനശ്വര നഗരത്തെ ദൈവം വിളിക്കുന്ന പേരാണ് സിയോൻ. അപ്പൊ നമുക്ക് ചിലപ്പോൾ പറയാം, ഓക്കെ, കുറച്ച് പേര് കൂടി ഒരു സിയോൻ എന്ന് പേരിട്ടാൽ അത് സിയോൻ ആകുമോ? ഇല്ല. നമുക്ക് ദൈവവനത്തിലേക്ക് പോകാം. ഏതാണ് സിയോൻ എന്നാണ് ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സിയോന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണെന്നാണ് ദൈവം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ സദ്വാർത്ത പ്രസംഗിക്കുന്ന സ്ഥലത്തിന്റെ ആധികാരികത വചനത്തിലൂടെ എങ്ങനെ തിരിച്ചറിയാം? അനേകം അടയാളങ്ങൾ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. 1-2 അടയാളം മാത്രം ഞാൻ സൂചിപ്പിക്കാം. സങ്കീർത്തനം 102, 21, 22 ജനതകളും രാജ്യങ്ങളും ഒരുമിച്ച് വന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ സിയോനിൽ കർത്താവിന്റെ നാമവും ജെറൂസലേമിൽ അവിടുത്തെ സ്തുതിയും പ്രഘോഷിക്കപ്പെടാൻ വേണ്ടി തന്നെ. അപ്പോൾ യഥാർത്ഥ സിയോനിൽ അന്ത്യകാലത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ദൈവത്തിന്റെ പരിശുദ്ധ നാമം വെളിപ്പെടുത്തപ്പെടും. ദൈവത്തിന്റെ നാമം പ്രഘോഷിക്കപ്പെടും. യുഗയുഗാന്തരങ്ങളായി മറയ്ക്കപ്പെട്ടിരുന്ന ദൈവത്തിന്റെ പരിശുദ്ധ നാമം പ്രഘോഷിക്കപ്പെടും, സ്ഥാപിക്കപ്പെടും. അങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച് ദൈവം പണ്ടേ മോശ വഴി അരുളി ചെയ്തിട്ടുണ്ട്, ദൈവത്തിന്റെ നാമം സ്ഥാപിക്കപ്പെടുന്ന സ്ഥലത്തെക്കുറിച്ച്. അപ്പോൾ നിരവധി അടയാളങ്ങളിലൂടെ ദൈവത്തിന്റെ സിയോനെ നമുക്ക് തിരിച്ചറിയാം. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്: ദൈവം നമ്മെ തൻ്റെ പുത്രനായ യേശു ക്രിസ്തു വഴി വീണ്ടെടുക്കാൻ ഒരു മുൻകൂട്ടി പദ്ധതി തീരുമാനിച്ചു. എന്നാൽ ഈ രക്ഷയുടെ പദ്ധതി പൂർത്തിയായില്ല. ഇനി ഞാൻ നിങ്ങളെ 2000 വർഷം മുമ്പിലേക്ക് കൊണ്ടുപോവുക. യേശു ക്രിസ്തു അനവധി പിശാചുക്കളെ പുറത്താക്കി. പിശാചുക്കളെ തകർത്തില്ല, നശിപ്പിച്ചില്ല. അവൻ സാത്താനെ തകർത്തില്ല, പക്ഷെ പിശാചുക്കളെ പുറത്താക്കി മനുഷ്യരിൽ നിന്ന്. യേശു ക്രിസ്തു അനേകം രോഗികളെ സുഖപ്പെടുത്തി, പക്ഷെ രോഗം നീക്കം ചെയ്തില്ല. ഇന്നും രോഗമുണ്ട്. യേശു ക്രിസ്തു പാപം മോചിച്ചു, പക്ഷെ പാപം നീക്കപ്പെട്ടില്ല. ഇന്നും നമ്മുടെ ഉള്ളിൽ പാപമുണ്ട്. യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തു. യേശു ക്രിസ്തു മരിച്ചവരെ ഉയർപ്പിച്ചു, പക്ഷെ മരണം നീക്കം ചെയ്യപ്പെട്ടില്ല. മരണം നീക്കം ചെയ്യപ്പെടുവോ? മരണം നീക്കം ചെയ്യപ്പെടുമെന്ന് ദൈവവചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്തോസ് 15-ാം അധ്യായം 51 മുതൽ 55 വരെയുള്ള വചനങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ ഒന്ന് വായിക്കണം. 1 കൊരിന്തോസ് 15, 51 മുതൽ 55 വരെയുള്ള വചനങ്ങൾ. അവിടെ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: നശ്വരമായത് അനശ്വരവും മർത്യമായത് അമർത്യവും ആകേണ്ടിയിരിക്കുന്നു. എന്താ? നമ്മുടെ ശരീരം. നമ്മുടെ ശരീരം ഇപ്പോൾ നശ്വരമാണത് അനശ്വരമാകണം. നമ്മുടെ ശരീരം ഇപ്പോൾ മർത്യമാണത് അമർത്യമാകണം, ആകേണ്ടിയിരിക്കുന്നു. അങ്ങനെ നശ്വരമായത് അനശ്വരതയും മർത്യമായത് അമർത്യതയും പ്രാപിച്ചു കഴിയുമ്പോൾ മരണത്തെ വിജയം ഗ്രസിച്ചു എന്ന് എഴുതപ്പെട്ടത് യാഥാർത്ഥ്യമാകും. അപ്പോൾ മരണം ഈ ഭൂമിയിൽ നിന്ന്, ഒരു ഗണത്തിൽ നിന്ന് മാറ്റപ്പെടും. സ്വർഗത്തിൽ പോയതിനു ശേഷം സംഭവിക്കുന്നതല്ല, ഈ ഭൂമിയിൽ സംഭവിക്കുന്നതാണ്. ഒരു ഉദാഹരണം പറയാം. ഞാനൊരു ബൾബ് ഉണ്ടാക്കുന്ന വ്യക്തിയാണെന്ന് വിചാരിക്കുക. ബൾബ് മാനുഫാക്ചറിങ് ആണ്. ഞാൻ ഉണ്ടാക്കിയ ബൾബ്, ആദ്യത്തെ ബൾബ് ഉൾപ്പെടെ ഒന്ന് മിന്നി കെട്ടുപോയെങ്കിൽ, പിന്നെ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ എന്നെ എന്ത് വിളിക്കും? ഇവൻ എന്ത് എഞ്ചിനീയർ ആണെന്ന് പറയല്ലേ? താൻ എന്ത് സയന്റിസ്റ്റ് ആണോ? ഇയാൾ ഉണ്ടാക്കിയ ബൾബ് ഒന്ന് മിന്നി കത്തിപ്പോയി. എൻ്റെ ആഗ്രഹം എന്താ? ബൾബ് ഉണ്ടാക്കിയപ്പോൾ അതെന്നും പ്രവർത്തിക്കണം, അതെന്നും പ്രകാശിക്കണം. അല്ല, ഞാനൊരു ഫാൻ ഉണ്ടാക്കി, ഒന്ന് കറങ്ങി നിന്നു, പിന്നെ കറങ്ങില്ല. എൻ്റെ ആഗ്രഹം എന്താ? ഈ ഫാൻ എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. ദൈവം ആദിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. എന്തിനാ സൃഷ്ടിച്ച്? എന്നും ജീവിച്ചിരിക്കാൻ, നിത്യജീവനോടുകൂടി ദൈവത്തോടൊത്ത് വസിക്കാൻ. പക്ഷെ ആദ്യ മനുഷ്യൻ മുതൽ ഇന്ന് വരെ എല്ലാവരും മരിച്ചു.
അതുകൊണ്ട് ദൈവം പരാജയപ്പെട്ടോ? ദൈവം വിഡ്ഢിയായ എഞ്ചിനീയർ ആണോ? അല്ല. ഈ കാലയളവ് മുഴുവൻ നമ്മൾ പരിശോധിച്ചാൽ നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ സമുദ്രത്തിലെ ഒരു തുള്ളി വെള്ളം പോലെയാണ്, ഒരു മണൽത്തരി പോലെയാണ്. അനന്തകാലത്തോളം, ഈ സമുദ്രത്തിന് അത്ര വിശാലമായ കാലത്തോളം മനുഷ്യൻ ജീവിച്ചിരിക്കണം. ഈ ഭൂമിയിൽ അവൻ മരണത്തെ കീഴ്പ്പെടുത്തണം, ഈ ഭൂമിയിൽ അവൻ അമർത്യനാകണം. അതാണ് ദൈവത്തിൽ എഴുതിയിരിക്കുന്നത്. ഈ രക്ഷ അവൻ വീണ്ടും വരുമ്പോൾ തരണം. അപ്പോൾ അവൻ മരണത്തെ മരിച്ചവരെ ഉയർപ്പിച്ചു, പക്ഷെ മരണത്തെ ഇല്ലാതാക്കിയില്ല. ഈ രക്ഷയുടെ പൂർണ്ണത മുഴുവൻ അവൻ തൻ്റെ രണ്ടാം വരവിൽ നമുക്ക് തരണം. ഈ രണ്ടാം വരവിനെ കുറിച്ച് വളരെ വ്യക്തമായി അപ്പൻ എഴുതിയിട്ടുണ്ട്. ഗലാത്യ 4:4. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ അയച്ചു. അവൻ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനനായി ജനിച്ചു. അങ്ങനെ നമ്മെ പുത്രരായി ദത്തെടുക്കേണ്ടതിന് അവൻ നിയമത്തിന് അധീനരായി കഴിഞ്ഞവരെ വിമുക്തരാക്കി. ഇപ്പോൾ കാലസമ്പൂർണത, കാലത്തിൻ്റെ അവസാന കാലത്ത് നമ്മെ അമർത്തിരാക്കാൻ അവൻ വീണ്ടും എങ്ങനെ വരണമെന്ന് ഈ പുസ്തകത്തിൽ, ഈ ദൈവവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു. ഗലാത്യ 4:4-5 വീണ്ടും വായിച്ച് ധ്യാനിക്കാൻ ഒരു ദൈവവചനം കൂടി ഞാൻ നിങ്ങൾക്ക് തരികയാണ്. പ്രിയ സഹോദരരെ, നിങ്ങൾ രണ്ടാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ഹിറ്റ്ലർ എന്ന ജർമ്മനിയുടെ ഭരണാധികാരി യഹൂദരെ, 30 ലക്ഷം യഹൂദരെയെങ്കിലും അദ്ദേഹം കൊന്നിട്ടുണ്ട്. അത്ര കഠിനമായ യഹൂദ വിരോധിയായിരുന്നു ഹിറ്റ്ലർ. ഈ ഹിറ്റ്ലർ ഈ ആളുകളെ മുഴുവൻ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ താമസിപ്പിക്കും. ഈ ക്യാമ്പിൽ താമസിപ്പിക്കുന്ന ആളുകൾ വളരെ കഠിനമായ ഭക്ഷണമില്ല, തണുപ്പ്, ശരിയായ ഒരു ശ്രദ്ധയുമില്ല. ആളുകൾ രോഗം വന്ന് മരിക്കുന്നു, കഠിനാധ്വാനം കൊണ്ട് മരിക്കുന്നു. വളരെ കഷ്ടപ്പാടാണ്, എല്ലും തോലുമായ മനുഷ്യരാണ്. ഈ കഷ്ടപ്പാടുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നിന്നും ചിലപ്പോൾ ചില ആളുകൾ രക്ഷപ്പെടും. അപ്പോൾ ഹിറ്റ്ലറുടെ പട്ടാള മേധാവികൾ ഇങ്ങനെ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ഈ തടവുകാരിൽ നിന്ന് 10 പേരെ പിടിച്ച് ഈ ഗ്യാസ് ചേമ്പറിലിട്ട് ഒരു വിഷവാതകം കൊടുത്ത് അവരെ കൊല്ലും. ആരെ പിടിക്കുന്നില്ല, ആരെങ്കിലും 10 പേരെ പിടിക്കും, ഈ ഗ്യാസ് ചേമ്പറിലിടും, അവരെ കൊല്ലും. ഇതായിരുന്നു ശിക്ഷ. ഒരിക്കൽ 1936 ഇവിടെ കേരളത്തിലൊക്കെ വന്നിട്ടുള്ള ഒരാളാണ്, സഭയിൽ വിശുദ്ധനായി പ്രഖ്യാപിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് മാക്സിമിലിയൻ കോൾബെ. മാക്സിമിലിയൻ കോൾബെ ഒരു പുരോഹിതനായിരുന്നു, ക്രിസ്തീയ പുരോഹിതനായിരുന്നു. ഇദ്ദേഹവും ഈ ക്യാമ്പിൽ, ഓസ്വിറ്റ്സ് എന്ന ക്യാമ്പിൽ, ഇന്നത്തെ പോളണ്ടിലാണ്, അവിടെ ഈ ക്യാമ്പിലായിരുന്നു ഇദ്ദേഹം. അപ്പോൾ ഒരിക്കൽ ഈ മാക്സിമിലിയൻ കോൾബെ, കേട്ടിട്ടുണ്ടാവും അദ്ദേഹത്തെ കുറിച്ചല്ലേ? അദ്ദേഹം വസിച്ചിരുന്ന ക്യാമ്പിൽ നിന്നും 2 പേർ രക്ഷപ്പെട്ടു. ഇവരുടെ നിയമം അനുസരിച്ച് ഈ പട്ടാളക്കാർ വന്നിട്ട് 10 പേരെ പിടിച്ചു. കൂട്ടത്തിൽ മാക്സിമിലിയൻ കോൾബെ ഇല്ല. ഈ 10 പേരെ പിടിച്ച് ലൈനായി നിർത്തി ഈ ഗ്യാസ് ചേമ്പറിലേക്ക് കൊണ്ടുപോകുമ്പോൾ അതിലൊരാൾ ഇങ്ങനെ വിലപിച്ചു. അന്ന് അയാൾക്ക് 39 വയസ്സാണ്. വിലപിച്ച ആൾക്ക്, അയ്യോ, എൻ്റെ ഭാര്യയും കുഞ്ഞുങ്ങളും ഇനി എന്ത് ചെയ്യും? എനിക്ക് എൻ്റെ കുഞ്ഞിനെയും ഭാര്യയും കാണാൻ പറ്റില്ലല്ലോ എന്നാൽ വിലപിക്കാൻ തുടങ്ങി ഉറക്കെ. ഈ വിലാപം കേട്ട കോൾബെ ഈ പട്ടാളക്കാരനോട് ചെന്ന് പറഞ്ഞു, ഞാനൊരു ക്രിസ്തീയ പുരോഹിതനാണ്, ഞാൻ വിവാഹം കഴിച്ചിട്ടില്ല, എനിക്ക് ഭാര്യയും മക്കളൊന്നുമില്ല, അതുകൊണ്ട് ഇദ്ദേഹത്തിന് പകരം ഞാൻ മരിച്ചുകൊള്ളാം, അദ്ദേഹത്തെ സ്വതന്ത്രനാക്കുവോ? പട്ടാളക്കാരൻ വളരെ ആശ്ചര്യപ്പെട്ടത് കേട്ടപ്പോൾ എങ്കിലും അയാൾ സമ്മതിച്ചു. അങ്ങനെ ഈ തടവുകാരന് വേണ്ടി അയാൾക്ക് പകരം മാക്സിമിലിയൻ കോൾബെ എന്ന ഈ പുരോഹിതൻ, ക്രിസ്തീയ പുരോഹിതൻ, ഈ ഗ്യാസ് ചേമ്പറിലേക്ക് പോയി. അദ്ദേഹം ഈ വിഷവാതം ശ്വസിച്ചവിടെ കിടന്നു, പട്ടിണി കൊണ്ട് കിടന്നു. അവസാനം മരിച്ചില്ല, വിഷം കുത്തിക്കൊന്നു. പട്ടിണി കിട്ടി കൊല്ലുവാണ് അവിടെ. പട്ടിണി കൊണ്ട് മരിക്കാഞ്ഞപ്പോൾ വിഷം കൊടുത്തു കൊന്നു. അങ്ങനെ മാക്സിമിലിയൻ കോൾബെ ആ വ്യക്തിക്ക് വേണ്ടി, ആ തടവുകാരന് വേണ്ടി മരിച്ചു. എൻ്റെ ചോദ്യം ഇതാണ്, മാക്സിമിലിയൻ കോൾബെ ഈ വ്യക്തിക്ക് പകരം മരിച്ചെങ്കിൽ പിന്നെ ആ വ്യക്തിക്ക് മരിക്കേണ്ടി വന്നോ? പിന്നീട് അദ്ദേഹം മരിച്ചു. പക്ഷേ പട്ടാളക്കാരുടെ ക്യാമ്പിൽ ഈ ഗ്യാസ് ചേമ്പറിൽ കിടന്ന് മരിക്കേണ്ടി വന്നോ? ഇല്ല, അദ്ദേഹം സ്വതന്ത്രനായി. നമ്മൾ എന്താണ് വിശ്വസിക്കുന്നത്? നമുക്ക് വേണ്ടി യേശു ക്രിസ്തു മരിച്ചു. ശരിയാ, യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചെങ്കിൽ നാം ഇനിയും മരിക്കാൻ പാടുണ്ടോ? യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചെങ്കിൽ പിന്നെ ഞാൻ മരിക്കാൻ പാടില്ല.
അപ്പൊ അവൻ സത്യത്തിൽ ആർക്ക് വേണ്ടിയാണ് മരിച്ചത്? അവന്റെ മരണം മൂലം ആരൊക്കെ മരണത്തെ കീഴടക്കി അമർത്യരാകുന്നുവോ, ആരൊക്കെ ഈ ഭൂമിയിൽ മരിക്കാതിരിക്കുന്നുവോ, അവർക്ക് വേണ്ടിയാണ് അവൻ 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചത്. അവരിലൂടെ സകല പൂർവികരെയും അവൻ രക്ഷിക്കും. അപ്പൊ യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ അമർത്യനായി തീരണം. ഈ അമർത്യതയുടെ രക്ഷയാണ് യേശു ക്രിസ്തു അവന്റെ 2ാം വരവിൽ നമുക്ക് തരിക. പ്രിയ സഹോദരരെ, ഒരു ദൈവവചനം കൂടി നിങ്ങളുടെ മുന്നിൽ വായിച്ചിട്ട് ഞാൻ ഉപസംഹരിക്കുകയാണ്. പ്രഭാഷകന്റെ പുസ്തകം 15-ാം അധ്യായം 15 മുതൽ 17 വരെ ദൈവവചനം ശ്രദ്ധയോടെ കേൾക്കണേ. മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാം. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അഗ്നിയും ജലവും അവിടുന്ന് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഇഷ്ടമുള്ളത് എടുക്കാം. ജീവനും മരണവും മനുഷ്യന്റെ മുമ്പിലുണ്ട്. ഇഷ്ടമുള്ളത് അവന് ലഭിക്കും. ഞാൻ ഒന്നുകൂടെ വായിക്കാം. മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകൾ പാലിക്കാം. വിശ്വസ്തതാപൂർവം പ്രവർത്തിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്. അഗ്നിയും ജലവും അവിടുന്ന് നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ഇഷ്ടമുള്ളത് എടുക്കാം. ജീവനും മരണവും മനുഷ്യന്റെ മുമ്പിലുണ്ട്. ഇഷ്ടമുള്ളത് അവന് ലഭിക്കും. നിങ്ങൾ ദൈവവചനം വായിച്ച് കേട്ടിട്ടുണ്ടാകും. പലപ്പോഴും നമ്മൾ ഇതിനെ ഒരു സൈക്കോളജിക്കൽ ലെവലിൽ മാത്രം കാണാറുള്ളൂ. ഓക്കെ, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ചെയ്യാനോ ചെയ്യാതിരിക്കാനും, അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കണം. എന്നാൽ ഈ ദൈവവചനത്തിന് അതിലേറെ ആഴമായ ഒരർത്ഥമുണ്ട്. ദൈവവചനം പറയുന്നു, ഇതാ ജീവനും മരണവും നിന്റെ മുമ്പിൽ ഞാൻ വെച്ചിരിക്കുന്നു. ഇതിനു മുമ്പ് എപ്പോഴാ നമ്മുടെ മുന്നിൽ ജീവനും മരണവും ഉണ്ടായിരുന്നത്? ഞാൻ നിങ്ങളെ ഏദൻ തോട്ടത്തിലേക്ക് ഒന്ന് കൊണ്ടുപോവുകയാണ്. ദൈവം ആദത്തെയും ഹവ്വായെയും സൃഷ്ടിച്ചു. അവർക്ക് തന്റെ ജീവൻ കൊടുത്തു. ഇപ്രകാരം എഴുതിയിരിക്കുന്നു, അവർ ജീവനുള്ളവരായി തീർന്നു. ഏത് ജീവനാ? ഇപ്പൊ നമുക്കുള്ള ജീവനല്ല, നശിക്കാത്ത ജീവനുള്ളവരായിരുന്നു. അമർത്യമായ ജീവൻ, അനശ്വരമായ ജീവൻ, നിത്യജീവൻ അതുണ്ടായിരുന്നവർ. അവർക്ക് ജീവൻ ഉണ്ടായിരുന്നു. എന്നിട്ട് ദൈവം എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് ഈ തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളിൽ നിന്നും ഭക്ഷിക്കാം. എന്നാൽ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കരുത്. ഭക്ഷിക്കുന്ന ദിവസം നീ മരിക്കും. ആദത്തിന് ദൈവം ഒരു കൽപ്പന കൊടുത്തു. ഈ കൽപ്പന അനുസരിച്ചാൽ ജീവൻ, അതിപ്പോ അവനുണ്ട്. അനുസരിക്കാതിരുന്നാൽ, അനുസരണക്കേട് കാട്ടിയാൽ മരണം. അപ്പൊ ആദത്തിന്റെ മുമ്പിൽ, ഏദൻ തോട്ടത്തിൽ ആദത്തിന് ഹവ്വായിക്ക് മുൻപിൽ ദൈവം ജീവനും വെച്ചു, മരണവും വെച്ചു. ആദത്തിൽ ജീവനുണ്ട്, മരണം അവന്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, നീ അനുസരിച്ചാൽ ജീവൻ, അനുസരിക്കാതിരുന്നാൽ മരണം. പക്ഷെ ആദം എന്ത് ചെയ്തു? അവന്റെ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചു, മരണം തെരഞ്ഞെടുത്തു. അവൻ ജീവൻ അല്ല തെരഞ്ഞെടുത്തത്, അവൻ മരണം തെരഞ്ഞെടുത്തു. ആദം, നമ്മൾ വായിച്ചു, ഒരു മനുഷ്യന് മൂലം പാപവും, പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അങ്ങനെ നാം എല്ലാവരും മരിച്ചു. അപ്പോൾ ആദം മരണം തെരഞ്ഞെടുത്തപ്പോൾ ഇന്നുവരെ നമ്മുടെ മുമ്പിൽ മരണം മാത്രമല്ലേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ മുൻപ് ജീവിച്ച എത്രയോ വിശുദ്ധരുണ്ട്, എത്രയോ വലിയ നീതിമാന്മാരും പ്രവാചകരും ജീവിച്ചു. എല്ലാവരും മരിച്ചില്ലേ? എല്ലാ മനുഷ്യന്റെ മുമ്പിലും ഈ കാലഘട്ടം മുഴുവൻ, ഏദൻ തോട്ടം മുതൽ ഇന്നുവരെ മരണം മാത്രമേ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. അവൻ എത്ര വിശുദ്ധനായി ജീവിച്ചാലും മരിക്കണം. എന്നാൽ നാം കേട്ടു, യേശു ക്രിസ്തു വീണ്ടും വരുമ്പോൾ നമുക്ക് തരാനിരിക്കുന്ന രക്ഷ നിത്യജീവന്റെ രക്ഷയാണ്. യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ നമുക്ക് ലഭിക്കുന്നത് ജീവന്റെ അനശ്വരതയുടെ രക്ഷയാണ്. നമ്മുടെ ശരീരങ്ങൾ സ്വർഗീയ ശരീരമായി മാറി അമർത്യരും അനശ്വരമാകുന്ന പുനരുത്ഥാനത്തിന്റെയും രൂപാന്തരീകരണത്തിന്റെ രക്ഷയാണ്. ദാ ഒരിക്കൽ കൂടി ദൈവം ജീവനും മരണവും നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. അതുകൊണ്ട് സഹോദരരെ, ഈ ദൈവവചനത്തെ വളരെ ശ്രദ്ധയോടെ, ഭയത്തോടെ നാം സമീപിക്കണം. നമുക്കിപ്പോൾ മരണമുണ്ട്. ഇതാ ദൈവം പറയുന്നു, ഞാൻ നൽകുന്ന ഈ ജീവന്റെ വചനങ്ങൾ, അതെന്താ? സദ്വാർത്ത. അന്ത്യകാലത്ത്, അവസാന കാലത്ത് വെളിപ്പെടുത്തുന്ന രക്ഷയുടെ വചനങ്ങൾ നീ അനുസരിച്ചാൽ ജീവൻ, നിത്യജീവൻ. അനുസരിക്കാതിരുന്നാൽ ശിക്ഷ, മരണം.
കത്തത്തിൽ 2000 വർഷം കർത്താവ് ഇത് പറഞ്ഞു. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. അനുസരിക്കുന്നവൻ ജീവൻ പ്രാപിക്കും, അനുസരിക്കാത്തവൻ മരിക്കും. അതേത് സുവിശേഷമാ? അവസാന കാലത്ത് വെളിപ്പെടുത്താനായി ദൈവം തയ്യാറാക്കിയ രക്ഷയുടെ സുവിശേഷമാണ്. ആ സുവിശേഷം സ്വീകരിച്ച് അനുസരിക്കുന്നവൻ ജീവിക്കും. അത് അനുസരണക്കേട് കാണിക്കുന്നവൻ, തിരസ്കരിക്കുന്നവൻ, ധിക്കരിക്കുന്നവൻ മരിക്കും. ഇതാ ജീവനും മരണവും നിങ്ങളുടെ മുമ്പിൽ ഒരിക്കൽ കൂടി, ലോക ചരിത്രത്തിൽ ഒരിക്കൽ കൂടി ദൈവം വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തോടെ തിരഞ്ഞെടുക്കാം. ജീവൻ തിരഞ്ഞെടുക്കണമെങ്കിൽ അനുസരിക്കണം, മരിക്കണമെങ്കിൽ അനുസരണക്കേട് കാണിക്കാം. നിങ്ങൾക്ക് മരിക്കണോ ജീവിക്കണോ? നിങ്ങൾക്ക് അമർത്യരാകണമോ അതോ മണ്ണോട് അഴുകിച്ചേരണോ? ഇതാ നിങ്ങൾക്ക് ഒരവസരം കൂടി. The last and final choice is yours. ഇത് അവസാനത്തെ അവസരം. ഇനി ഒരു അവസരമില്ല ജീവൻ തിരഞ്ഞെടുക്കാൻ. അതുകൊണ്ട് നാം എത്രമാത്രം അടിയന്തര പ്രാധാന്യത്തോടെ ഈ ജീവന്റെ സദ്വാർത്ത കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യണമെന്ന് ഈ ദൈവവചനങ്ങൾ മുഴുവൻ നമ്മെ പഠിപ്പിക്കുന്നു. ചെവിയുള്ളവൻ കേൾക്കട്ടെ. ആമേൻ. നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രിയ സഹോദരരെ, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെക്കുറിച്ചും യേശു ക്രിസ്തു വീണ്ടും ഈ ഭൂമിയിൽ വരേണ്ടതിനെക്കുറിച്ചും അവൻ വരുമ്പോൾ നമുക്ക് ലഭിക്കാനിരിക്കുന്ന ശ്രേഷ്ഠമായ ഒരു രക്ഷയെക്കുറിച്ചും ആ രക്ഷയുടെ അന്ത്യകാലത്ത് മാത്രം പ്രസംഗിക്കപ്പെടുന്ന ജീവന്റെ സദ്വാർത്തയെക്കുറിച്ചും അത് പ്രസംഗിക്കുന്ന സ്ഥലത്തെക്കുറിച്ചും അത് പ്രസംഗിക്കാൻ ദൈവം അയക്കുന്ന യേശു ക്രിസ്തു അയക്കുന്ന ദൂതനെക്കുറിച്ചും വളരെ വളരെ സംക്ഷിപ്തമായി ദൈവം നിങ്ങളുടെ മുമ്പിൽ ഈ വചനങ്ങളിലൂടെ വെളിപ്പെടുത്തി. ഇതാ നമുക്ക് അനുസരിക്കാനും ജീവൻ പ്രാപിക്കാനുമായി ദൈവം തന്ന അവസരം. ഈ ദൈവവചനത്തിൻ്റെ മുമ്പിൽ എളിമയോടെ ആയിരുന്ന് ഈ ദൈവവചനങ്ങൾ അനുസരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. നമ്മെ ഓരോരുത്തരെയും ഈ ദൈവവചനത്തിൻ്റെ അനുസരണത്തിനായി ദൈവം അനുഗ്രഹിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. മരണമേ നിന്റെ വിജയം എവിടെ? മരണമേ നിന്റെ ദംശനം എവിടെ? മരണമേ നിന്റെ വിജയം എവിടെ? മരണമേ നിന്റെ ദംശനം എവിടെ? സമാധാനത്തിൻ ദൈവം ഉടൻ തന്നെ സാത്താന്റെ തല തകർത്തിടും. 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 ഉണരുക ഉണരുക സിയോൻ മക്കളെ, ഉണരുക സിയോൻ മക്കളെ, ദൈവത്തിന്റെ വീണകൾ മീട്ടാം. തപ്പുകൾ കൊട്ടി നൃത്തം ചെയ്തിടാം. തപ്പുകൾ കൊട്ടി നൃത്തം ചെയ്തിടാം. സമയമായിതാ സമയമായിതാ ഹല്ലേലൂയ നാമം പുകഴ്ത്താം. സമയമായിതാ സമയമായിതാ ഹല്ലേലൂയ നാമം
ഹല്ലേലൂയ 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 ഹല്ലേലൂയ